അശ്വിൻ പാലാഴി ഇപ്പോൾ UDF ക്യാമ്പിലാണുള്ളത്. അശ്വിൻ ഒലവക്കോട് നിന്ന് ആ പ്രകടനം തുടങ്ങിയപ്പോൾ അതിനൊപ്പമുണ്ട്. അശ്വിൻ കേൾക്കാമെങ്കിൽ അവിടെ സന്ദീപ് വാര്യരും ഷാഫി പറമ്പിലും ഇടത്തും വലത്തും നടുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാഹനം ഇങ്ങനെ കടന്നു വരുന്നത് കാണുന്നുണ്ട്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. എന്താണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഈ 4 മണി സമയത്തെ പ്രതീക്ഷ അശ്വിൻ? എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വിജയകുമാർ ഉള്ളത്. നമുക്ക് ആ പ്രചരണ വാഹനത്തിലെ തിരക്ക് കാണാം. അതിൽ പ്രവർത്തകരടക്കം നേതാക്കളും അടക്കമെല്ലാം ഈ രാഹുലിനും മറ്റ് നേതാക്കൾക്കുമൊക്കെ ഒപ്പം നിൽക്കാനുള്ള വലിയ ഒരു തിരക്കിലാണ്. അതിനിടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആവേശം തന്നെ UDF ക്യാമ്പിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തുടക്കം മുതൽ തന്നെ ഒലവക്കോട് നിന്ന് ഈ പ്രകടനം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ അത് എത്രത്തോളം ആവേശത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ പ്രചരണ വാഹനത്തിൻ്റെ ഭാഗമായി സിനിമാ നടനും കോൺഗ്രസ് കൂടി രമേശ് റെഡ്ഡി ചേർന്നിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ഒലവക്കോട് നിന്ന് ഈ ഇത് നടക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം 5 കിലോമീറ്ററാണുള്ളത്. അത് എത്താൻ എന്തായാലും ഈ സമയത്ത് ഇത് നടക്കുന്ന സമയത്തേക്ക് അവിടെ എത്തുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഇപ്പോൾ ആശങ്ക തുടരുകയാണ്. കാരണം ഈ പ്രവർത്തകർ വഴിനീള രമേശ് പിഷാരടി കൂടി ആ പ്രചാരണ വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട്, ഷാഫി പറമ്പിലിനൊക്കെ ഒപ്പമുണ്ട്. അപ്പോൾ രമേശ് പിഷാരടി കോൺഗ്രസിൻ്റെ പാലക്കാട്ട് ഒരു താരപ്രചാരകനായി ഈ സമയത്ത് മാറുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൊട്ടുമുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ രമേശ് പിഷാരടി കോൺഗ്രസിൻ്റെ താരപ്രചാരകർക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. കോൺഗ്രസ് വേദികളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ഥിര സാന്നിധ്യം കൂടിയാണ്. പാലക്കാട്ട് ഈ റോഡ് ഷോയിൽ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് നടക്കുന്ന റോഡ് ഷോയിൽ രമേശ് പിഷാരടിയും UDF സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. മറ്റ് UDF നേതാക്കളൊക്കെയുണ്ട്. ആ പ്രകടനം, ആ റോഡ് ഷോ ഇങ്ങനെ കടന്നു വരികയാണ്. അത് അല്പസമയത്തിനകം ടൗണിലേക്ക് എത്തും. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി റാലികൾ, പദയാത്രകൾ, റോഡ് ഷോകൾ ഇങ്ങനെ കടന്നു വരികയാണ് പാലക്കാട് നഗരത്തിലേക്ക്. പാലക്കാട് നഗരത്തിലെ മുഴുവൻ റോഡുകളും നിറഞ്ഞ പ്രവർത്തകരുടെ പങ്കാളിത്തമാണ് നമ്മൾ കാണുന്നത്. BJPക്കും LDFനും UDFനും NDAയ്ക്കും 3 പോയിന്റുകളാണ് പോലീസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അവിടേക്കാണ് ഈ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം. ബാൻഡ് മേളം, ചെണ്ടമേളം, അങ്ങനെ മേളങ്ങൾ, നൃത്തങ്ങൾ, അങ്ങനെ വിവിധ വേഷധാരികളായ പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തോടെ 3 മുന്നണികളുടെയും പ്രവർത്തകർ പാലക്കാട് നഗരത്തിലേക്ക് എത്തുകയാണ്. പാലക്കാട്ട് നിന്ന് മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ജില്ലയ്ക്ക് പുറത്തു നിന്നും, മലപ്പുറത്തു നിന്നും, കണ്ണൂരിൽ നിന്നും എന്ന് വേണ്ട. അതാ രമേശ് പിഷാരടി സംസാരിക്കുന്നുണ്ട്. അകൽച്ചയില്ലാത്ത ഒരാൾ വേണം ഇവിടെ വരാൻ. അപ്പോൾ അതെന്തുകൊണ്ടും രാഹുൽ അതിന് വളരെ പറ്റിയ ഒരാളാണ്. അതിനെ കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും ആവേശവുമാണ് ഇവിടെയുള്ള ഓരോരുത്തരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടിനെ ഈ വാർത്തകളിൽ അവിടെ ഇതാണ് പാലക്കാടിൻ്റെ വൈബ്. പാലക്കാടിൻ്റെ വൈബ് എന്ന് പറയുന്നത് മതസാഹോദര്യത്വത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹിഷ്ണുതയുടേതാണ്. അതല്ലാതെ മതവർഗീയതയുടേതല്ല. ഇന്ന് പാണക്കാട് തങ്ങളെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള പരാമർശം, ആ പരാമർശത്തിന് പാലക്കാടിൻ്റെ മതനിരപേക്ഷ ജനത മറുപടി കൊടുക്കും. അതിനൊപ്പം സജീവ ചർച്ച സന്ദീപ് വാര്യർ കൂടിയാണ്. ഞാൻ ഇതിൽ തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള, സഹിഷ്ണുത മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു ജനാധിപത്യവാദിയാണ്. തീർച്ചയായിട്ടും അത് ചർച്ചയായാൽ തീർച്ചയായിട്ടും UDFന് അനുകൂലമായി വലിയ ഒരു വിജയം തന്നെ ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കെ സുരേന്ദ്രൻ ചോദിച്ചത് ശിഹാബ് അലി തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ എന്താണ്, അത്ര പ്രാധാന്യം നൽകേണ്ട ആളാണോ? പാണക്കാട് കുടുംബം, കൊടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും അതിൻ്റെ മതനിരപേക്ഷതയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ അത് നിസ്തുലമാണ്. അത് തീർച്ചയായിട്ടും കെ സുരേന്ദ്രന് മനസ്സിലാവില്ല, പക്ഷേ കേരളത്തിലെ ജനതയ്ക്ക് അത് മനസ്സിലാകും, രാജ്യത്തെ ജനതയ്ക്ക് അത് മനസ്സിലാകും. ഒരു സംശയവും വേണ്ട, പാലക്കാട്ടെ മതനിരപേക്ഷ ജനത അതിന് മറുപടി കൊടുക്കും. എന്താ തർക്കമുള്ളത്? സംസാരിക്കുകയായിരുന്നു. പാണക്കാട് തങ്ങളെപ്പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങൾ, ആ വിഷയം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് പോലും വലിയ ചർച്ചയാകുന്നുണ്ട്. അക്കാര്യത്തിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വേറൊരു പ്രത്യേകത, ഈ മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയതിനു ശേഷം ഒരു കൂട്ടർ മുഖ്യമന്ത്രി ഒരു അപരാധം ചെയ്തെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അത് ഒരിത്തിരി വർഗീയമായി വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കുന്നു. മറ്റുള്ളവർ ലീഗ് പ്രസിഡന്റ് ആണെങ്കിൽ പ്രതികരിച്ചിരിക്കും. ആ നിലപാടിലാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് CPM പറയുന്നു, സംസ്ഥാന സെക്രട്ടറി പറയുന്നു. കെ സുരേന്ദ്രനെ പോലെ
തന്നെ പറഞ്ഞു. എം പി രാജേഷ് പറഞ്ഞു. സുരേന്ദ്രൻ ചോദിക്കുന്നത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെയാണ് വിമർശനത്തിന് അതീതനാകുന്നത് എന്ന് ചോദിക്കുന്നു. പണ്ട് ആര്യാടൻ മുഹമ്മദ് ലീഗ് സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായിരുന്നു. അന്ന് ആര്യാടൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്: ആത്മീയ നേതാവെങ്കിൽ ആത്മീയ നേതാവായിരിക്കുക, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിമർശിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് സ്റ്റാൻഡ് എടുത്തു. അത് കോൺഗ്രസിനകത്തും ലീഗിനകത്തും ഒക്കെ വലിയ ചർച്ചയായതാണ്. വീണ്ടും അത്തരം ചർച്ചയാണ് നടക്കുന്നത്.